മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനെ ആദി എന്ന ചിത്രത്തിലൂടെ നായകനാക്കി അവതരിപ്പിച്ചതും മോഹൻലാലിന്റെ മകൾ വിസ്മയയുടെ അരങ്ങേറ്റ ചിത്രമായ തുടക്കം നിർമ്മിച്ചതും ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാലിന്റെ ഡ്രൈവറായി സിനിമയിൽ യാത്ര തുടങ്ങിയ ആന്റണി പെരുമ്പാവൂർ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വിജയിച്ച നിർമ്മാതാക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. എന്നാൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ സ്വദേശിയായ മലേക്കുടി ജോസഫ് ആന്റണി സിനിമയിലെത്തിയത് നിർമ്മാതാവെന്ന നിലയിലല്ല. 1988 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പട്ടണപ്രവേശം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് മോഹൻലാലിനു വേണ്ടി ഒരു ഡ്രൈവറെ ആവശ്യമായി വന്നത്. ആ അവസരം ലഭിച്ചത് ആന്റണിക്കാണ്. എന്നാൽ ആ ജോലിക്ക് 22 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം മൂന്നാം മുറ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം കാണാനെത്തിയ ആന്റണിയെ മോഹൻലാൽ ദൂരെ നിന്ന് തിരിച്ചറിഞ്ഞ് വിളിച്ചു വരുത്തി. ആ ചിത്രത്തിലും ഒപ്പമുണ്ടാകാൻ ആവശ്യപ്പെട്ടു. ചിത്രീകരണം അവസാനിക്കുമ്പോഴേക്കും ആന്റണിയുടെ ആത്മാർത്ഥതയും വിശ്വസ്തതയും മോഹൻലാലിനെ ആകർഷിച്ചിരുന്നു. ഒടുവിൽ ആന്റണി നീ എന്നോടൊപ്പം കൂടിക്കോ എന്നൊരു വാക്കിലൂടെ തുടങ്ങിയ ബന്ധം ഇന്നും അതേ വിശ്വാസത്തോടെ തുടരുകയാണ്. മോഹൻലാൽ ഈ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത്, എന്റെ ഭാര്യ സുചിത്രയും ആന്റണിയും ഏകദേശം ഒരേ സമയത്താണ് എന്റെ ജീവിതത്തിലേക്ക് വന്നത്. ചിലപ്പോൾ ഭാര്യയേക്കാൾ ആന്റണിയെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അവൾക്ക് തോന്നാറുണ്ട്. കാരണം കൂടുതൽ സമയവും ഞാൻ ചെലവഴിക്കുന്നത് ആന്റണിക്കൊപ്പമാണ്. 1999 സ്വന്തമായി സിനിമ നിർമ്മിക്കുന്നത് അവസാനിപ്പിച്ച ശേഷം നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങാൻ ആന്റണിയെ പ്രോത്സാഹിപ്പിച്ചതും മോഹൻലാലാണ്. അതിന്റെ അനന്തരഫലമായാണ് 2000 ആശീർവാദ് സിനിമാസ് രൂപം കൊണ്ടത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹ ആയിരുന്നു ആദ്യ നിർമ്മാണ സംരംഭം. ആന്റണി പെരുമ്പാവൂർ നരസിംഹത്തിന്റെ നിർമ്മാതാവാകുന്നതിനെ കുറിച്ച് ഷാജി കൈലാസ് കുറിച്ചത് ഇങ്ങനെയാണ്: ഞാൻ പൂർണ്ണമായും ഈശ്വരവിശ്വാസിയാണ്. ഏത് സിനിമ തുടങ്ങുമ്പോഴും ഈശ്വരനിൽ അർപ്പിച്ചു തുടങ്ങുക എന്നതാണ് എന്റെ രീതി. അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് സമയം നോക്കുക എന്നത് കാലങ്ങളായി വിശ്വാസികളായ സംവിധായകർ പിന്തുടർന്നു വരുന്ന സമ്പ്രദായമാണ്. പക്ഷെ എന്റെയോ തിരക്കഥാകൃത്തിന്റെയോ നായകന്റെയോ സമയമല്ല ഞാൻ ജ്യോതിഷ വിധിപ്രകാരം നോക്കാറുള്ളത്. പകരം പണം മുടക്കുന്ന നിർമ്മാതാവിൻ്റെതാണ്. പണം മുടക്കുന്ന ആൾക്ക് അത് തിരിച്ചു കിട്ടും എന്നാണ് ജ്യോത്സ്യവിധിയിൽ തെളിയുന്നതെങ്കിൽ പടം ഹിറ്റ് എന്നർത്ഥം. ഒരു സിനിമയുടെ പ്രൊഡ്യൂസറുടെ ജാതകം കറക്റ്റെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെ ജാതകവും കറക്റ്റായിരിക്കും എന്നാണ് എന്റെ തോന്നൽ. ഇതെല്ലാം വിശ്വാസങ്ങളാണ്. ഇതിനെ പുച്ഛിക്കുന്നവരോ കളിയാക്കുന്നവരോ ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ എന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. നരസിംഹത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ ആന്റണിയോട് ജാതകം വച്ച് സമയം നോക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആന്റണിയുടെ ജാതകം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, ജനന തീയതിയും സമയവും സ്ഥലവും തന്നാൽ മതിയെന്ന്. അങ്ങനെ ആന്റണിയുടെ ജനന വിവരങ്ങൾ കുറിച്ച കടലാസുമായി ചെന്നൈയിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് വിമാനം കയറി. ഞാൻ തിരുവനന്തപുരത്ത് പണിക്കർ സാറിന്റെ അടുത്തെത്തി ഇദ്ദേഹത്തിന് ജാതകമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണിയുടെ ജനന വിവരങ്ങൾ കുറിച്ച കടലാസ് കൊടുത്തു. പിന്നെ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട കണക്കുകൂട്ടലുകൾ ആന്റണിയുടെ ജനന വിവരങ്ങൾ വെച്ച് ഗണിച്ചു നോക്കിയ ശേഷം പണിക്കർ സാർ അല്പസമയം എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഈ ജാതകൻ ഇപ്പോൾ എവിടെയുണ്ട്? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. എറണാകുളത്തുണ്ട്, വീട്ടിലാണ്. നെഞ്ചിടിപ്പോടെ ഇരിക്കെ പണിക്കർ സാർ പറഞ്ഞു, ഇത് ഭയങ്കര ജാതകമാണ്. ശൂന്യതയിൽ നിന്നും കോടികൾ ഉണ്ടാക്കും. ഇയാളെ വെച്ച് പടം ചെയ്താൽ മതി, അതിഗംഭീര വിജയമായിരിക്കും. ആന്റണി പെരുമ്പാവൂർ എന്ന ഇന്നത്തെ ഏറ്റവും വിജയശ്രീലാളിതനായ നിർമ്മാതാവിന്റെ ജാതകം അവിടെ എഴുതപ്പെടുകയായിരുന്നു. ജാതകവശാലുള്ള നേട്ടങ്ങൾ മാത്രമല്ല ആന്റണിക്ക് സ്വന്തമായത്. അതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ അത്യുദ്ധാനിയായ ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധിയും പ്രയത്നവുമുണ്ട്. ജാതകത്തിൽ നിശ്ചയിക്കപ്പെട്ടത് ആന്റണിയുടെ ബുദ്ധിയിലൂടെയും അധ്വാനത്തിലൂടെയും സത്യമായി. ആദ്യ സിനിമ തൊട്ടേ മികച്ച പ്രൊഡ്യൂസറാണ് ആന്റണി. ചെയ്യുന്ന ബിസിനസ് നന്നായി അറിയുക എന്നതാണ് വിജയത്തിലേക്കുള്ള വഴി. ആന്റണിക്ക് സിനിമ നന്നായി അറിയാം. താൻ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ട്. അത് അദ്ദേഹത്തിന് ജന്മനാ കിട്ടിയതല്ല. മോഹൻലാലിന്റെ നിഴലായി വർഷങ്ങളോളം സഞ്ചരിച്ച് പല പ്രൊഡ്യൂസർമാരിൽ നിന്ന് ഗ്രഹിച്ചും പഠിച്ചുമാണ് ആന്റണി സിനിമയെ അറിഞ്ഞത്. തന്റെ പ്രൊഡക്ഷനിലെ ഓരോ പൈസയും എങ്ങനെ പോകുന്നു എന്നത് ആന്റണിക്ക് മനപ്പാടമാണ്. ഏത് പാതിരാത്രി ചോദിച്ചാലും കണക്കുകൾ ഹൃദ്യസ്ഥം. ചെലവാക്കുന്ന പൈസ തിരിച്ച് എങ്ങനെയാണ് തന്നിലേക്ക് തന്നെ വരുത്തേണ്ടത് എന്നും അദ്ദേഹത്തിനറിയാം. കീൻ കാൽക്കുലേറ്റഡ് പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം ആന്റണിയെ. അതുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ ആയതും വിജയങ്ങൾ
മാത്രം കൊയ്യുന്ന നിർമ്മാതാവായതും ഏകദേശം 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചിത്രം 22 കോടിയിലേറെ കളക്ഷൻ നേടി. അന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബാസ്റ്ററുകളിൽ ഒന്നായി മാറിയത്. പിന്നീട് രാവണപ്രഭു, നരൻ, രസതന്ത്രം, ദൃശ്യം, ഒപ്പം, ലൂസിഫർ, ദൃശ്യം 2, മരക്കാർ, ബ്രോഡാഡി, L2 എമ്പുരാൻ, ഹൃദയപൂർവ്വം, ദൃശ്യം 3 എന്നിവ ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങൾ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ പുറത്തിറങ്ങി. ഇന്നും ചിത്രീകരണ സ്ഥലങ്ങളിൽ നേരിട്ടെത്തി ഓരോ കാര്യവും സൂക്ഷ്മമായി വിലയിരുത്തുന്ന നിർമ്മാതാവെന്ന പേരാണ് ആന്റണി പെരുമ്പാവൂരിനുള്ളത്. ക്യാമറയ്ക്ക് മുന്നിലല്ലെങ്കിലും ഒരു സിനിമയുടെ വിജയത്തിന് പിന്നിൽ എത്ര വലിയ പങ്ക് നിർമ്മാതാവിനുണ്ടെന്ന് തെളിയിക്കുന്ന പേരായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. മറ്റൊരവസരത്തിൽ എന്റെ സിനിമാ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും പിന്നിലും ആന്റണി പെരുമ്പാവൂർ എന്ന ഒരാളുണ്ട്. എന്റെ അവസാന ശ്വാസം വരെ ആന്റണി എനിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. മോഹൻലാലിന്റെ കാർ ഓടിച്ച യുവാവിൽ നിന്ന് മലയാള സിനിമയിലെ ഏറ്റവും വിശ്വസ്ത നിർമ്മാതാക്കളിൽ ഒരാളായി വളർന്ന ആന്റണി പെരുമ്പാവൂരിന്റെ യാത്ര സിനിമയിൽ വിജയിക്കാൻ കഴിവിനൊപ്പം ആത്മാർത്ഥതയും വിശ്വാസവും എത്ര പ്രധാനമാണെന്നതിന്റെ തെളിവ് കൂടിയാണ്.